തന്നെ 2 തവണ ഫൈനലിൽ വന്നപ്പോഴും നമുക്ക് കപ്പടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുക്കം ഒരു ലോകകപ്പ് നാട്ടിലെത്തുന്നു. ആ നാട്ടിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച നാട്ടുകാർക്ക് മുന്നിൽ ഇന്ത്യ എന്താ പറയുക കിരീടം നേടുന്നു. അപ്പോൾ എത്ര കണ്ട് ആധികാരികമായ ഒരു ജയത്തോടു കൂടിയാണ് കന്നി കിരീട നേട്ടം ഇന്ത്യ ആഘോഷമാക്കിയത്. ഇപ്പോൾ ജിൽസി ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കിരീടമാണ്, കിരീടമായിരുന്നു. അത് കൈകളിൽ ഉയർത്തി നിൽക്കുന്ന ഒരു ദിവസമാണിന്ന്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫൈനലിൽ ഈ ലോകകപ്പിന്റെ തുടക്കത്തിൽ തന്നെ 2 മത്സരങ്ങൾ ജയിക്കുന്നു, പിന്നാലെ 3 പരാജയങ്ങൾ. ഒരു നിർണായക ക്രൂഷ്യൽ മാച്ചിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് ഓസീസിനെ ഗംഭീരമായൊരു അട്ടിമറി എന്ന രീതിയിൽ ഇന്ത്യയുടെ ഒരു ജയം വരുന്നു. അങ്ങനെ സെമിയിൽ നിന്ന് ഫൈനലിലേക്ക് ഇന്ത്യ കടക്കുമ്പോൾ ഇന്ത്യക്ക് ആകെ കരുത്തായിരുന്നത് ഓസീസിനെ തകർത്തിരുന്ന ആ മത്സരത്തിന്റെ ഒരു ഊർജം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ത്യ ഫൈനലിലേക്ക് എത്തും. ഇന്നലെ മത്സരം തുടങ്ങുമ്പോൾ ടോസിന്റെ ആനുകൂല്യം ഇന്ത്യക്കല്ലായിരുന്നു. യഥാർത്ഥത്തിൽ DY പാട്ടീൽ സ്റ്റേഡിയത്തിലെ ടോസ് വളരെ ക്രൂഷ്യലാണ്. ടോസ് നേടുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കുമെന്നറിയാം. നല്ല മഴയായിരുന്നു. മത്സരം ഇന്നലെ 5 മണിയായി തുടങ്ങാൻ. ആ സമയം വരെ കനത്ത് പെയ്ത മഴയുണ്ട്. അപ്പോൾ ഔട്ട്ഫീൽഡ് ആകെ നനഞ്ഞു കിടക്കുകയാണ്. ഈർപ്പം പൂർണ്ണമായുണ്ട്, മോയ്സ്ചറുണ്ട്. ബൗളർമാർക്ക് അനുകൂലമായൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇന്ത്യ വലിയൊരു സ്കോറിലേക്ക് പോകില്ല എന്ന് തന്നെ ക്രിക്കറ്റ് ആരാധകരൊക്കെ കരുതിയിരുന്നു. പക്ഷെ മറിച്ചാണ് സംഭവിച്ചത്. സ്മൃതി മന്ദാനയും ഷെഫാലി വർമ്മയും ചേർന്ന് 104 റൺസിന്റെ ഒരു കൂട്ടുകെട്ട് ഉയർത്തുകയാണ്. 17.4 ഓവറിൽ 104-ൽ നിൽക്കുകയാണ്. സ്മൃതി മന്ദാനയുടെ വിക്കറ്റ് നഷ്ടമാകുന്നത്. 45 റൺസ് എടുത്താണ് സ്മൃതി മന്ദാന പോകുന്നത്. അതിനുശേഷവും ഷെഫാലി വർമ്മയുടെ ഒരു 1 മാൻ ഷോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ബാറ്റിംഗ് നമ്മൾ കാണുകയാണ്. ഷെഫാലിയെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു പേര് തന്നെയാണ്. ഈ ലോകകപ്പിന്റെ തുടക്കത്തിൽ ഷെഫാലി ഇല്ലായിരുന്നു, ഇന്ത്യൻ ടീമിൽ സ്ക്വാഡിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഷെഫാലി ഇല്ലാത്തപ്പോൾ ഷെഫാലിയുടെ ആരാധകരും പൊതുവെ ക്രിക്കറ്റ് ആരാധകരും ഒക്കെ വലിയ വിമർശനം വരുത്തി, എന്തുകൊണ്ട് ഷെഫാലി ഇല്ല എന്നുള്ളത്. ഷെഫാലി വന്നു സെമിയിലും ഫൈനലിലും. ഷെഫാലി ഫൈനലിലെ താരവുമാവുന്നത് നമ്മൾ കണ്ടു. 2005-ൽ മിതാലി രാജ് ഓസ്ട്രേലിയയുമായുള്ള ഫൈനൽ മത്സരത്തിൽ മിതാലി രാജ് ഇന്ത്യൻ നായികയായി വന്ന് ഇന്ത്യ പരാജയപ്പെട്ട 2005-ൽ അന്ന് ഷെഫാലി വർമ്മയുടെ പ്രായം കേവലം 1 വയസ്സ് മാത്രമാണ്. അപ്പോൾ അന്ന് 1 വയസ്സുള്ള ഒരു കുട്ടിയുടെ തലയിലേക്ക് ആ പരാജയത്തിന്റെ വിഷമമൊന്നും കയറിയിട്ടുണ്ടാകില്ല. പക്ഷേ 2017-ൽ മിതാലി രാജ് വീണ്ടും ക്യാപ്റ്റനായി ഇംഗ്ലണ്ടിനെതിരെ പരാജയപ്പെടുമ്പോൾ ഷെഫാലി വർമ്മയുടെ പ്രായം ഏതാണ്ട് 13-14 വയസ്സായി ആ സമയത്തേക്ക്. അതായത് ആ സമയമാകുമ്പോഴേക്കും ഷെഫാലി ബാറ്റ് എടുത്തിരുന്നു. 2025-ൽ ഇന്ത്യയെ ജയിപ്പിക്കാനുള്ള നിയോഗം ഷെഫാലിക്കാണ് വരുന്നത്. ഷെഫാലി 87 റൺസ് അടിക്കുന്നു, 2 വിക്കറ്റ് നേടുന്നു. ഇന്ത്യൻ ബാറ്റർമാർ തുടർന്ന് വന്നിരിക്കുന്ന ഇന്ത്യൻ ബാറ്റർമാർ ഇപ്പോൾ ഹർമൻപ്രീത് ആണെങ്കിലും ജമീമ റോഡ്രിഗസ് ആണെങ്കിലും ഒക്കെ 20 റൺസ് 24 റൺസ് ഒക്കെയാണ് സ്കോർ ചെയ്തത്. പക്ഷേ വളരെ ക്രൂഷ്യലാണ്, വളരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുകയും ചെയ്തു. ദീപ്തി ശർമ്മയാണ് ഒരിക്കൽ കൂടി നമ്മളെ ഞെട്ടിച്ചത്. ദീപ്തി 58 പന്തിൽ 58 റൺസ് എടുത്ത് വീണ്ടും ഞാനൊരു ക്ലാസ് ബാറ്ററാണ് എന്ന് തെളിയിക്കും. നമ്മൾ ഈ ടൂർണമെന്റിലുടനീളം നമ്മളത് കണ്ടതുമാണ്. ഓൾറൗണ്ട് മികവ് ദീപ്തി ശർമ്മയുടേത് കണ്ടതാണ്. നമ്മൾ പ്രതീക്ഷിച്ച മറ്റൊരു പേര് റിച്ച ഘോഷിൻ്റെതാണ്. റിച്ച ഘോഷ് വരുന്നു. നമ്മൾ പുരുഷ ക്രിക്കറ്റിൽ ഹാർദിക് പാണ്ഡ്യ എങ്ങനെയാണോ അതിന് സമാനമാണ് വനിതാ ക്രിക്കറ്റിൽ റിച്ച ഘോഷ് എന്ന് നമ്മൾ പറയണം. ഭയം ലവലേശമില്ലാതെയാണ് റിച്ച ബാറ്റ് വീശുന്നത്. നമ്മൾ എന്താ പറയുക, നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതിൽ നമ്മൾ പറയുന്നു പിച്ചിൽ റിച്ചാണ് ഘോഷ് എന്ന് പറയുന്നു. റിച്ചായിരുന്നു ഇന്നലെ റിച്ച ഘോഷിന്റെ പ്രകടനം. തലങ്ങും വിലങ്ങും ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരെ റിച്ച ഘോഷ് കണക്കിന് ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ സ്കോർ 300 അടുപ്പിച്ചേക്ക് ഏതാണ്ട് 298-ലേക്ക് ഇന്ത്യൻ സ്കോർ എത്തിച്ചത് റിച്ച ഘോഷിന്റെ പ്രകടനമാണ്. മറുപടി ബാറ്റിങ്ങിൽ നമ്മൾ അതും പ്രതീക്ഷിച്ചാണ്. ലോറ വോൾവാൾട്ടിന്റെ വിക്കറ്റ് എങ്ങനെ പോകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്നത്. ഒരു സെഞ്ചുറി നേടി ഒരു വലിയ പ്രകടനം അവരുണ്ടായി. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി അവർ പരമാവധി പരിശ്രമിച്ചു നോക്കി. പക്ഷേ ഇന്ത്യൻ ബൗളർമാർ നിരന്തരം വിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട പേര് ഷെഫാലി വർമ്മയുടെ പേര് തന്നെയാണ്. കാരണം തുടക്കത്തിൽ ഒരു കൂട്ടുകെട്ട് ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്താൻ നിൽക്കുകയാണ്. ഷെഫാലി വന്ന് 2 നിർണായക വിക്കറ്റുകൾ എടുക്കുന്നത്. പക്ഷേ 5 വിക്കറ്റ് പ്രകടനത്തോടുകൂടി ദീപ്തി ശർമ്മയാണ് ഈ മത്സരം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് തരുന്നത്. 5 വിക്കറ്റിൽ തന്നെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ലോറ വോൾവാൾട്ടിന്റെ വിക്കറ്റ്. ആ ക്യാച്ച് ഒന്ന് ഓർക്കണം. അത് ലോങ് ഓണിലേക്ക് പോയൊരു പന്ത് ഉയരുന്നു. അത് അമൻജോത് കൗറിന്റെ കൈകളിലേക്ക് വരുന്നു. ഒന്ന് കയ്യിൽ ഒതുങ്ങിയ ശേഷം ആ പന്ത് ഒന്ന് വായുവിലേക്ക് വീണ്ടും പോകുന്നു. അമൻജോത് കൗർ അത് വീണ്ടും കൈകളിലേക്ക് ആക്കി മുറുകെ പിടിക്കുകയായിരുന്നു. കാരണം എത്രമാത്രം ആ വിക്കറ്റ് ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ആ ഒറ്റ ക്യാച്ചിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവസാനം ഹർമൻപ്രീത് കൗറിന്റെ മനോഹരമായ ഒരു ക്യാച്ച്. ആ ക്യാച്ചിലാണ് ഇന്ത്യ ലോക കിരീടം ചൂടുന്നത്. ഹർമൻപ്രീത് കൗറിനും യഥാർത്ഥത്തിൽ ഇതൊരു അഭിമാനിക്കാൻ എത്രത്തോളം കപിൽ ദേവ് 83-ൽ നേടിയ കിരീടത്തിന് സമാനമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വനിതാ ക്രിക്കറ്റിൽ ഇതുവരെ നമുക്കൊരു കിരീടമില്ലായിരുന്നു.
പക്ഷേ ഹർമൻപ്രീതിൻ്റെ പടയാളികൾ നമുക്ക് നൽകിയാണ്. മനോഹരമായ രാത്രിയാണ് കടന്നുപോയത്, മനോഹരമായ പുലരിയാണ് ഇന്ന്. ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് ഒന്നാകെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് അഭിമാനമാണ്. കാരണം ഈ വനിതാ ക്രിക്കറ്റ് തുടങ്ങി ചെറിയ നേട്ടങ്ങളൊക്കെ ഇന്ത്യ നേടുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പോലും അതിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടതാണ്. മിന്നുമണിയും സജന സജീവനും ആശാ ശോഭനയും അടങ്ങുന്ന താരങ്ങളൊക്കെ ഉയർന്നു വന്നത്. അപ്പോൾ ഈ ലോക കിരീടം ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക്, ക്രിക്കറ്റിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് വലിയ ഊർജ്ജമായിരിക്കും.